നമസ്കാരം. ലൂക്കാ സുവിശേഷം 21 അധ്യായം 34 തിരുവചനം എന്നിങ്ങനെ ചിന്തിപ്പിക്കുകയായിരുന്നു. അതിൽ ഈശോ പറയുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ നിങ്ങളുടെ ഹൃദയത്തെ തളർത്താതിരിക്കട്ടെ. സുഖലോലുപത, മദ്യാസക്തി എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ എക്സ്ട്രീംലി ക്ലിയറാണ്, കുറച്ച് നെഗറ്റീവാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വല്ലാതെ പ്ലഷേഴ്സ് മാത്രം ആഗ്രഹിച്ച് റെക്ലെസ് ആയിട്ട് പാർട്ടി ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ആദ്യത്തേതും രണ്ടാമത്തേതൊക്കെ. പക്ഷേ ജീവിത വ്യഗ്രത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ കെയർസ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തെ തളർത്തുക എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ ഒരു ട്വിസ്റ്റ് ഉള്ളത്. എപ്പോഴും ഈ ബേസിക്സ് ഓഫ് ലൈഫ്, നല്ലൊരു വീട്, കഴിക്കാൻ ഭക്ഷണം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ജോലി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ബേസിക് ആയിട്ടാണ് തുടങ്ങുക. പക്ഷെ നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ ഇതിങ്ങനെ ഒരു വ്യഗ്രതയായിട്ട് മാറും, ഇതിങ്ങനെ ഒരു ആങ്സൈറ്റി ആയിട്ട് മാറും. വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു, പക്ഷേ അതതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ വേണം, നല്ല സിലബസിൽ തന്നെ വേണം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നമ്മൾ ഇതിൻ്റെ വ്യഗ്രതയിലേക്ക് പോകുമ്പോഴത്തേക്കും ക്രിസ്തു എന്ന് പറയുന്ന അടിസ്ഥാനം നമ്മൾ അല്പം മറക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെയാണ് ജോലിയും സാമ്പത്തികവും ഒക്കെ. നമ്മൾ ചില സമയങ്ങളിലെങ്കിലും ഇങ്ങനെ ഒക്കെ ജീവിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, പക്ഷേ എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികളാണെന്നുള്ള കാര്യം നമ്മൾ പതിയെ വിട്ടുപോകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കാം ഈശോ പറഞ്ഞ ജീവിത വ്യഗ്രത. യു കെയർ ഫോർ ലൈഫ്, ലെറ്റ് ഇറ്റ് നോട്ട് ടേൺ ടു ആൻ ആങ്സൈറ്റി. അത് നിങ്ങളുടെ ഹൃദയത്തെ തളർത്താതിരിക്കട്ടെ. പിന്നീട് തുടർന്ന് ഈശോ പറയുന്നത്, ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേലെ വീഴാതിരിക്കട്ടെ.